ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിൻ്റെ സിലബസിലെ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് മെക്കാനിക്കലിലെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്തുള്ള പ്ലെയിൻ ജോമെട്രി, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, അതിൻ്റെയൊക്കെ ഏരിയ, പെരിമീറ്റർ, പിന്നെ നമ്മുടെ സ്ഫിയർ, ഹെമിസ്ഫിയർ, പ്രിസം, പിരമിഡ്, അതിൻ്റെയൊക്കെ സിലിണ്ടേഴ്സ്, അതിൻ്റെയൊക്കെ ഏരിയ, വോളിയം, സർഫസ് ഏരിയയും വോളിയം, അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻ എന്ന രീതിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏരിയയുടെയും സർഫസ് ഏരിയയുടെയും വോളിയത്തിൻ്റെയൊക്കെ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇഫ് ദ റേഡിയസ് of a half circle is given by r, then its perimeter will be. ഒരു ഹാഫ് സർക്കിളിന്റെ റേഡിയസ് r ആണ്, പെരിമീറ്റർ എന്താണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു സർക്കിളിന്റെ റേഡിയസ് r ആണ്. അപ്പോൾ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. 2 × π2 റേഡിയസ് ആണ്. സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് πr² ആണ്. നമ്മുടെ ചോദ്യം ഹാഫ് സർക്കിൾ ആണ്, അപ്പോൾ പാതി സർക്കിളേ ഉള്ളൂ. അപ്പോൾ ആ സർക്കിളിന്റെ എന്ത് വേണം? പെരിമീറ്റർ വേണം, സർക്കംഫറൻസ് വേണം. അപ്പോൾ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ആണ്. അപ്പോൾ ഹാഫ് സർക്കിൾ എന്തായിരിക്കും? അതിന്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സർക്കംഫറൻസ് ഓഫ് എ ഹാഫ് സർക്കിൾ ഈസ് πr. അപ്പോൾ ആൻസർ കിട്ടി. ഓപ്ഷൻ എ πr ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഒരു ചെറിയൊരു നോട്ടാണ്. സപ്പോസ് നമുക്കൊരു സർക്കിളിന്റെ പെരിമീറ്റർ അറിയാം, പെരിമീറ്റർ പി എന്നറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ, അപ്പോൾ ഏരിയ ഓഫ് എ സർക്കിൾ ഇഫ് പെരിമീറ്റർ ഈസ് നോൺ, വിച്ച് ഈസ് p²/4π. പി എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്, അത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. If the perimeter of a circle is 50 cm, its area will be. ഒരു സർക്കിളിന്റെ പെരിമീറ്റർ 50 cm പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഏരിയ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇക്വേഷൻ എന്താണ് ഞാൻ പറഞ്ഞു? ഏരിയ ഈക്വൽ ടു perimeter²/4π, p²/4π. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ആൻസർ സെന്റിമീറ്റർ സ്ക്വയറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? സെന്റിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 50² π 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ആൻസർ കിട്ടുക 199.04 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 14 cm ആൻഡ് ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഈസ് 28 cm. ഓക്കെ, അപ്പോ സർക്കിളിന്റെ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ? സെക്ടർ എന്ന് പറയാം. ഇപ്പം ഈ സർക്കിളിന്റെ ഈ ഒരു പോർഷനാണ് നമ്മൾ സെക്ടർ എന്ന് പറയാം. ഈ സെക്ടറിന്റെ റേഡിയസ് ആണ് ഇത്. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ് സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയാ. ഈ സെക്ടറിന്റെ ഈ ഒരു ആർക്ക് ലെങ്ത് ആണ് ആർക്ക് എന്ന് പറയാം. ഈ ഒരു പോർഷൻ ഓഫ് ആർക്കിന്റെ ലെങ്തിനാണ് ആർക്ക് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോ ചോദ്യത്തിനകത്ത് ഈ ഒരു സെക്ടറിന്റെ റേഡിയസും തന്നിട്ടുണ്ട്, ആർക്ക് ലെങ്തും തന്നിട്ടുണ്ട്. ഈ സെക്ടറിന്റെ ഈ ഒരു ഷെയ്ഡഡ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനു മുന്നേ 1-2 ഇക്വേഷൻസ് നോക്കാം. ഏരിയ ഓഫ് എ സെക്ടർ ഈക്വൽ ടു πr² × θ/360. സപ്പോസ് നമുക്ക് ഈ ഒരു സെക്ടറിന്റെ ആംഗിൾ തീറ്റ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. ആ തീറ്റ ഇൻ ഡിഗ്രീസിലാണെന്നുണ്ടെങ്കിൽ ഈ സെക്ടറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് π × radius² × θ/360. ഇവിടെ നമ്മൾ തീരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്തിനാണ്? ഡിഗ്രീസിലാണ്. സപ്പോസ് ഈ ആംഗിൾ നമുക്ക് അറിയുന്ന റേഡിയൻസിലാണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് സെക്ടർ ഇൻ റേഡിയൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ r² θ/2 ആണ്. ഹാഫ് r² തീറ്റ. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ ഇൻ റേഡിയൻസ്. ഇനി ഈ ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ആർക്ക് ലെങ്ത് ഈ എല്ല് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് r × θ ആണ്, റേഡിയസ് × ഈ തീറ്റ. നമുക്ക് ക്വസ്റ്റ്യനിലെ എല്ലും അറിയാം, ആറും അറിയാം. അപ്പോൾ തീറ്റ എങ്ങനെ പിടിക്കാം? തീറ്റ = L/r, 28/4
2 റേഡിയൻസ് എന്ന് കിട്ടി തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്ടറിന്റെ ഏരിയ കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. നമുക്കിപ്പോ എന്തൊക്കെ അറിയാം? L അറിയാം, R അറിയാം, തീറ്റ അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഏരിയ ഓഫ് എ സെക്ടർ ഇൻ റേഡിയൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഹാഫ് ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ. അതിൽ ഹാഫ് ഇൻറ്റു റേഡിയസ് നമുക്കറിയാം 14 സെന്റിമീറ്റർ. 14 ഇൻറ്റു തീറ്റ എത്രയാണ്? 2 റേഡിയൻസ്. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 196 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 196 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഹാവിംഗ് ബേസ് 10 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 5 സെന്റിമീറ്റർ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അസ്യൂം ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഒരു ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി അസ്യൂം ചെയ്തു. അതിന്റെ ബി സി എന്ന സൈഡിന് നമുക്ക് ബേസ് എന്നാ പറയാ. അതുപോലെ എ ബി എന്ന സൈഡിന് നമ്മൾ ഹൈറ്റ് എന്ന് പറയും, ബേസും ഹൈറ്റും. അപ്പൊ നമുക്ക് ബേസ് അറിയാം, ഹൈറ്റും അറിയാം. ഇപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിലും അല്ലാത്ത യൂഷ്വൽ ട്രയാംഗിൾ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്ക് വാല്യൂസ് എല്ലാം അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 5 25 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് ആൻസർ ഓപ്ഷൻ ബി 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ഇപ്പൊ എ ബി അറിയാം, ബി സി അറിയാം. നമുക്കിപ്പോ എ സി കാണണം എന്നുണ്ടെങ്കിൽ എ സി എന്ന് പറയുന്ന സൈഡിനെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം. ഇപ്പൊ എ സി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും 2 സൈഡ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും ഫോർ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇനി നമ്മളൊരു യൂഷ്വൽ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണ്. അതിന്റെ ഹൈറ്റ് എച്ച് ആണ്. എ എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ബി സി എന്ന സൈഡിന്റെ ലെങ്ത് സ്മോൾ എ ആയിട്ടും ബി എന്നുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള എ സി എന്ന സൈഡിന്റെ ലെങ്ത് ബി ആയിട്ടും അതുപോലെ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന സൈഡ് എ ബിയുടെ സൈഡ് സി ആയിട്ടും ഞാൻ അസ്യൂം ചെയ്യാണ്. സപ്പോസ് ബിയും അറിയാം, സിയും അറിയാം, ആംഗിൾ എയും അറിയാമെന്ന് വിചാരിക്കുക. ബിയും അറിയാം, സൈഡ് എ സിയും അറിയാം, സൈഡ് എ ബി അറിയാം, സ്മോൾ ബിയും സ്മോൾ സിയും അറിയാം, ഇവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ എയും അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് കണ്ടെത്താൻ, എ എന്നുള്ള സൈഡ് കണ്ടെത്താനുള്ള ഒരു കൊസൈൻ റൂൾ വെച്ച് നമുക്ക് എ എന്നുള്ള സൈഡ് കണ്ടെത്താം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസെ. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ് ആംഗിൾ എ. അതുപോലെ തന്നെ ഇപ്പോ സിയും എയും അറിയാം, വിത്ത് ആംഗിൾ ബിയും അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ മാറ്റി എഴുതാം. ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac കോസ് ആംഗിൾ ബീറ്റ. അതുപോലെ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് സി. ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാംഗിൾസ് ആണ്. സൈഡ്സിന്റെ ബേസിലും ആംഗിൾസിന്റെ ബേസിലും. സൈഡ്സിന്റെ ബേസിൽ 3 സൈഡ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ട്രയാംഗിളിനെ ഇക്വലാറ്റർ ട്രയാംഗിൾ എന്ന് പറയും. അപ്പോൾ അതിന്റെ ഓരോ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. ഇനി 2 അഡ്ജസ്റ്റന്റ് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, 2 സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ട്രയാംഗിൾ എന്ന് പറയാം ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറയാം. 3 സൈഡും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്കേലൻ ട്രയാംഗിൾ എന്ന് പറയും. ആംഗിൾസിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ, ഇവിടുത്തെ ഓരോ സൈഡിലെ ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാംഗിളിനെ അക്യൂട്ട് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയാം. അക്യൂട്ട് ട്രയാംഗിളിന് അക്യൂട്ട് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയാം. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയാം. ഏതെങ്കിലും ഒരു ആംഗിൾ 90യേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഒരു ഫിഗറിൽ ഈ ഒരു ആംഗിൾ 90യേക്കാളും വലുതാണ്, ഇപ്പോൾ 90 ഡിഗ്രിക്കാളും വലിയൊരു ആംഗിൾ ഉള്ള ഒരു ആംഗിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ട്രയാംഗിളിനെ ഒപ്റ്റ്യൂസ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഒപ്റ്റ്യൂസ് ട്രയാംഗിൾ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നോട്ട്സ് നോക്കാം. ഏരിയ ഓഫ് എ ഇക്വലാറ്റർ ട്രയാംഗിൾ വിത്ത് സൈഡ് എ. ഇക്വലാറ്റർ ട്രയാംഗിൾ എന്ന് പറഞ്ഞ് 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും.
അപ്പോൾ ഒരു സൈഡ് ലെങ്ത് എ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4 ആണ്. √3/4 ഏരിയ ഓഫ് an equilateral triangle with side A is √3/4. ഇനി അടുത്ത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് 2 adjacent sides known and their included angle is given. ഇപ്പോൾ ഒരു ട്രയാങ്കിള്, ഈ ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ഇപ്പൊ ബിയും അറിയാം സിയും അറിയാം എന്നുണ്ടെങ്കിൽ, ബിയും അറിയാം സിയും അറിയാം, ഇൻക്ലൂഡഡ് ആംഗിൾ ആയിട്ടുള്ള തീറ്റയും അറിയാം, ആംഗിൾ ഡിസ്റ്റൻസ് എ ബിയും ഡിസ്റ്റൻസ് എ സിയും അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിളും അറിയാം, തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു സൈൻ തീറ്റയാണ്. ഹാഫ് ഇൻറ്റു അറിയാവുന്ന 2 സൈഡ്സ് പിന്നെ ഇടയ്ക്കുള്ള ആംഗിളിലെ സൈൻ തീറ്റ. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു സൈൻ തീറ്റയാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതിനെ സെൽസ് ഫോർമുല എന്ന് പറയാം. അടുത്ത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് നമുക്ക് അറിയാമെങ്കിൽ, 3 സൈഡ്സ് എയും സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി അറിയാമെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √S ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. പിന്നെ ഹീറോസ് ഫോർമുല എന്ന് പറയുക, ഇത് എസ് എന്ന് പറയുന്നത് a പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻസും കൂടെ ഓർത്തു വെക്കുക. ഇനി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സിന്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്താൽ മതി. ഇപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ആണ് പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. One side of a rectangle plot is 8 meter and its diagonal is 10 meter. Then area of the field is. അപ്പോൾ ഒരു റെക്ടാംഗിൾ പ്ലോട്ടിന്റെ ലെങ്ത് നമുക്കറിയാം 8 മീറ്റർ, ഒരു ഡയഗണലിന്റെ ലെങ്ത് അറിയാം 10 മീറ്റർ. ഓക്കെ, ഈ റെക്ടാംഗുലർ പ്ലോട്ടിന്റെ ഏരിയ കാണണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിള് അസ്യൂം ചെയ്യാം. ഈ ട്രയാങ്കിള് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. റെക്ടാംഗിൾസിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ ഒരു ബി എന്ന വാല്യൂ നമുക്ക് വേണം. അപ്പൊ നമുക്ക് നേരത്തെ ഹൈപ്പോന്യൂസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, പൈതഗോറസ് തിയറം. അപ്പൊ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബി എന്നുള്ള സൈഡ് കണ്ടുപിടിക്കാം. അപ്പൊ ബി ഈസ് ഈക്വൽ ടു √10² മൈനസ് 8². അപ്പോ √100 മൈനസ് 64. ആൻസർ 6 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് റെക്ടാംഗിളിന്റെ ലെങ്തും കിട്ടി ബ്രെഡ്ത്തും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാണ്? 8 ഇൻറ്റു 6, 48 മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഏരിയ ഓഫ് ദറ്റ് പ്ലോട്ട് എന്ന് പറയുക. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ പ്ലോട്ട് ഹൂസ് ഏരിയ ഈസ് 38.44 മീറ്റർ സ്ക്വയർ. ഒരു സ്ക്വയർ പ്ലോട്ടിന്റെ ഏരിയ തന്നിട്ടുണ്ട് 38.44 മീറ്റർ സ്ക്വയർ എന്ന്. അപ്പോൾ സ്ക്വയർ പ്ലോട്ടിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ഞാൻ ഓരോ സൈഡിനും എ എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് a² ആണ്. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു a². അപ്പൊ a² എത്ര തന്നിരിക്കുന്നത്? 38.44. അപ്പൊ a ഈസ് ഈക്വൽ ടു √38.44. നമ്മുടെ ആൻസർ a ഈസ് ഈക്വൽ ടു 6.2 മീറ്റേഴ്സ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിന്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണ്, 4 സൈഡുള്ളതാണ്, എല്ലാ സൈഡും ഈക്വൽ ആണ്. പെരിമീറ്റർ എന്തായിരിക്കും? 4a ആയിരിക്കും. അടുത്തത് ഒരു പാരലലോഗ്രാമിന്റെ ബേസ് ബിയും ഹൈറ്റ് എച്ചും ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് റോംബസ്. ഒരു റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എ പാരലോഗ്രാം വിത്ത് 4 സൈഡ്സും, പാരലോഗ്രാമിന്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ ഒരു റോംബസിന്റെ 2 ഡയഗണൽസിന്റെ ലെങ്ത് നമുക്ക് അറിയാമെന്ന് വിചാരിക്കും. 2 ഡയഗണൽസിന്റെ ലെങ്ത്, ഈ ഡയഗണലിലെയും ഈ ഡയഗണൽ ലെങ്ത് അറിയാം. അങ്ങനെയാണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A is equal to half into D1 into D2. ഹാഫ് ഫസ്റ്റ് ഡയഗണൽ ഇൻറ്റു സെക്കൻഡ് ഡയഗണൽ. അതാണ് ഏരിയ ഓഫ് എ റോംബസ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത് എലിപ്സ്. ഇപ്പോ ഇതാണ് നമ്മുടെ എലിപ്സ് എന്ന് പറയുക. എലിപ്സിന് രണ്ട് ആക്സിസ് ഉണ്ട്, മേജർ ആക്സിസും മൈനർ ആക്സിസും. ഇപ്പോ ഇതാണ് നമ്മുടെ മേജർ ആക്സിസ്, ഇതാണ് മൈനർ ആക്സിസ്. ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എ ആയിട്ടും ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ബി ആയിട്ടും. അപ്പൊ മേജർ ആക്സിസിന്റെ ലെങ്ത് 2a മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b ആണ്. ഇപ്പോൾ ഹാഫ് ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയും ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ബിയും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എലിപ്സിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു എ ഇൻറ്റു ബി ആണ്. പൈ ഇൻറ്റു എ ഇൻറ്റു ബി. എലിപ്സിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു എ ഇൻറ്റു ബി ആണ്. എ എന്ന് പറയുന്നത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ബി എന്ന് പറയുന്നത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബി എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വോളിയം ഓഫ് എ ക്യൂബ് വിത്ത് സൈഡ് 7 സെന്റിമീറ്റർ ഈസ്. ഒരു ക്യൂബിന്റെ സൈഡ് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ എന്ന്. അതിന്റെ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ക്യൂബ് എടുത്തു. ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യൂബിന് 6 ഫേസസ് ഉണ്ട്. എല്ലാ ഫേസസും സ്ക്വയർ ആണ്. എല്ലാ ഫേസും എല്ലാ സൈഡും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ സൈഡും ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്ക് വോളിയം എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇതൊരു ക്യൂബിന്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ് ഞാൻ പറഞ്ഞു. ബേസ് ഏരിയ എന്താണ്? സ്ക്വയറിന്റെ ഏരിയ ഞാൻ നോക്കിയതാണ്, എ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്താണ്? ഹൈറ്റും എ ആണ്. അപ്പൊ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? എ ക്യൂബ് ആണ്. ബേസ് ഏരിയ എ സ്ക്വയർ, ഹൈറ്റ് എ. അപ്പൊ വോളിയം എ ക്യൂബ് ആണ്. അപ്പൊ ഒരു സൈഡ് നമുക്ക് 7 സെന്റിമീറ്റർ എന്ന് അറിയാം. അപ്പൊ 7 ക്യൂബ് 343 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. ഇനി ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ 6 സർഫസുകളാണുള്ളത്, 6 ഫേസസ് ആണ് ഇതിനുള്ളത്, ക്യൂബിനുള്ളത്. എല്ലാ ഫേസസിന്റെയും കൂടെ ഏരിയ എടുത്ത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ സർഫസ് ഏരിയ കിട്ടത്തില്ലേ? എല്ലാ ഫേസും സ്ക്വയേഴ്സ് ആണ്. ഒരു സ്ക്വയർ ഫേസിന്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അപ്പൊ 6 ഫേസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരിക്കും? 6a സ്ക്വയർ ആയിരിക്കും. അപ്പം ഏരിയ ഓഫ് എ ക്യൂബ് ഈസ് 6a സ്ക്വയർ. അടുത്ത ചോദ്യം. ദ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഓഫ് എ റെക്ടാംഗുലർ പ്രിസം ആർ 20 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ. ഒരു റെക്ടാംഗുലർ പ്രിസത്തിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 15 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ്. അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ ഒരു റെക്ടാംഗുലർ പ്രിസം. അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ വോളിയം നോക്കാം. വോളിയം നേരത്തെ പറഞ്ഞു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എന്താണ്? ഇതൊരു റെക്ടാംഗിൾ ആണ് ബേസ്. ബേസ് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും എന്തെന്ന് പറയാ? വോളിയം എന്ന് പറയാം. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം ഓഫ് എ റെക്ടാംഗുലർ പ്രിസം എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ വേണം. ഓക്കെ, ഇതിനും എത്ര സർഫസസ് ഉണ്ട്? 6 സർഫസസ് ഉണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സർഫസസ് എന്താണ്? സെയിം ആണ്. അപ്പോ ഈ ഒരു ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സർഫസ് ഇവിടെയുണ്ട്, ബാക്കിലും ഉണ്ട്. അതുപോലെ ഈ ഒരു സർഫസ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതുപോലെ ടോപ്പിൽ ഒരു സർഫസ് ഉണ്ട്, ബോട്ടത്തിൽ സർഫസ് ഉണ്ട്. അത് രണ്ടും സെയിം ആണ്. അങ്ങനെ 6 ഫേസസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ എല്ലാ ഫേസസിന്റെയും കൂടെ ഏരിയാസ് ആഡ് ചെയ്താൽ മതിയെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ഫേസ്, ആ ഒരു ഫേസിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. എത്ര ഉണ്ട്? ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അപ്പൊ 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഹൈറ്റ് പ്ലസ് ഈ ഒരു സർഫസ് ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ 2 ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് പ്ലസ് ഈ ടോപ്പ് സർഫസ് എന്താണ്? ഇവിടെയുണ്ട്. ഇപ്പൊ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അപ്പൊ 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അതാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ റെക്ടാംഗുലർ പ്രിസം എന്ന് പറയുന്നത്. അപ്പൊ ലെങ്ത് അറിയാം, ഹൈറ്റ് അറിയാം, വിഡ്ത്ത് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1300 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അതിന് മുന്നേ നമുക്കൊരു ട്രയാംഗിൾ പ്രിസം നോക്കാം. ഇപ്പൊ ട്രയാംഗിൾ പ്രിസം ഈ ഫിഗറിൽ കാണുന്ന നമ്മുടെ ട്രയാംഗിൾ പ്രിസം എന്ന് പറയുന്നത്, അപ്പോൾ ട്രയാംഗിൾ പ്രിസത്തിന്റെ വോളിയം എന്ന് പറയുന്നത് BHL/2 ആണ്. ഇപ്പൊ ബേസ് ട്രയാംഗിൾ അല്ലേ, ട്രയാംഗിളിന്റെ ബേസ് എന്താണ്? ട്രയാംഗുലർ പ്രിസത്തിന്റെ ബേസ് ട്രയാംഗിൾ ആണ്. അപ്പോ ബേസ് ഏരിയ ½ BH.
ഇൻറ്റു അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ BHL/2 ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഈ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2B + PH. B എന്ന് പറയുന്നത് ബേസ്, P പെരിമീറ്റർ ആണ്, പെരിമീറ്റർ ഓഫ് ദ ബേസ്, H എന്ന് പറയുന്നത് ഹൈറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ ഓഫ് ഡയമീറ്റർ 17 സെന്റിമീറ്റർ. 17 സെന്റിമീറ്റർ ഉള്ള ഒരു ഹെമിസ്ഫിയറിന്റെ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സ്ഫിയർ നോക്കാം, എന്നിട്ട് ഹെമിസ്ഫിയറിലേക്ക് പോവാം. ഓക്കെ, സ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോൾ തന്നെയാണ്. ആ ബോളിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. 4/3 πr³ ആണ് വോളിയം ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോ സ്ഫിയറിന്റെ ഓൾമോസ്റ്റ് ഹാഫ് ആണ്, സ്ഫിയറിന്റെ ഹാഫ് ആണ് എന്ത് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വോളിയം എന്തായിരിക്കും? സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈസ് 2/3 πr³. 2/3 πr³ ആണ് വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയമീറ്റർ അറിയാം. അപ്പോൾ ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3 π diameter/2 the whole cube. അപ്പോൾ ഡയമീറ്റർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ആൻസർ 1286.22 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് ഇതിന്റെ സർഫസ് ഏരിയ നോക്കാം. സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4r² π ആണ്. 4πr² ആണ് എന്ത് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത്. അതുപോലെ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 3πr² ആണ്. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 4πr². സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ഈസ് 3πr². ഇപ്പൊ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ ഒരു ബേസ് സർഫസ് വരും, അത് സർക്കിൾ ആണ്. പിന്നെ ഒരു കർവ്ഡ് പോർഷൻ സർഫസ് വരും. അങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ 3πr² എന്ന് വന്നത്. ഓക്കെ, അതും ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം. A bucket of base diameter 24 cm and top diameter 40 cm and height 30 cm is filled with water. Find the weight of the water. ഒരു ബക്കറ്റിന്റെ ബേസ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ടോപ്പ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ബക്കറ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റ് മനസ്സിൽ കാണാം. ആ ബക്കറ്റിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, ബേസ് ഡയം, ടോപ്പ് ഡയം, ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ വെയിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു എന്താണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇവിടുത്തെ യൂണിറ്റ് വെയിറ്റ് അതിന് ഡെൻസിറ്റി. ഓക്കെ, അപ്പോ അത് നമുക്ക് എന്താണ് വോളിയം കണ്ടുപിടിക്കണം. അപ്പോ ഈ ബക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രസ്റ്റം ഓഫ് എ കോൺ, ഒരു കോണിന്റെ ഫ്രസ്റ്റത്തിനെ പോലെയാണ് ഒരു എന്തിരിക്കുക ബക്കറ്റ് ഇരിക്കുക. അപ്പൊ ഇതുപോലെയാണ് ബക്കറ്റ് ഇരിക്കുക. ടോപ്പ് ഡയ അറിയാം, ബോട്ടം ഡയ അറിയാം, ഹൈറ്റ് അറിയാം. ഓക്കെ, ഇപ്പൊ വോളിയം ഓഫ് ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3 π ഇൻറ്റു h ഇൻറ്റു എന്താണ് ബോട്ടം റേഡിയസ് സ്ക്വയർ പ്ലസ് ടോപ്പ് റേഡിയസ് സ്ക്വയർ പ്ലസ് ബോട്ടം റേഡിയസ് ഇൻറ്റു ടോപ്പ് റേഡിയസ്. 1/3 π ഇൻറ്റു h ഇൻറ്റു r² പ്ലസ് ക്യാപിറ്റൽ R² പ്ലസ് r ഇൻറ്റു r ആണെന്ത് വോളിയം ഓഫ് ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് സ്മോൾ r അറിയാം, എന്തറിയാം, ഹൈറ്റ് അറിയാം, ക്യാപിറ്റൽ ആറും അറിയാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് കിലോഗ്രാമിലാണ്. സോ സെന്റിമീറ്റർ എന്നുള്ള എന്തിലേക്ക് മാറ്റി, മീറ്ററിലേക്ക് മാറ്റി. നമുക്ക് കിട്ടിയത് 0.0246 m³ ആണ് കിട്ടിയത്. വോളിയം കിട്ടി. ഇനി വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വോളിയം ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് 1000 ആണ്. നമ്മളിപ്പോ വോളിയം 0.0246 into 1000, 24.6 kilograms ആണ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 25.34 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ് ഫോർമുല ഫോർ സർഫസ് ഏരിയ ഓഫ് എ കോൺ. ഒരു കോണിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഫിഗറിൽ കാണുന്നതാണ് കോൺ എന്ന് പറയുന്നത്. കോണിന്റെ ബേസ് ഒരു സർക്കിൾ ആണ്. പിന്നെ മുകളിലേക്ക് ടാപ്പർ ചെയ്ത് വരും. അപ്പെക്സ് പോയിന്റ് വെർട്ടെക്സ് എന്ന് പറയാം. കോണിന്റെ ഹൈറ്റിനെ h ഹൈറ്റ് എന്ന് പറയാം. ഈ ഒരു ഇൻക്ലൈൻഡ് ഹൈറ്റ് നമുക്ക് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയാം. ഈ ഒരു ഇൻക്ലൈൻഡ് ലെങ്ത് നമുക്ക് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഇവിടെ എന്തൊക്കെ സർഫസ് ഉണ്ട്? ബോട്ടം ഒരു സർക്കുലർ സർഫസ് ഉണ്ട്,
പിന്നെ ഒരു കർവ്ഡ് പോർഷൻ ഉണ്ട്, ഈ ഒരു കർവ്ഡ് പോർഷനും ഉണ്ട്. അപ്പോ അത് രണ്ടിന്റെയും കൂടെ ഏരിയ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുക. അപ്പോ ഏരിയ ഓഫ് ദ ബേസ് എന്ന് പറയുന്നത് ബേസ് സർക്കിൾ ആണ്, അതിന്റെ ഏരിയ πr² ആണെന്ന് അറിയാം. ഇനി നമ്മുടെ ആ ഒരു കർവ്ഡ് സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് πrl ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ ഇസ് πr into l. എൽ എന്ന് പറയുന്നത് എന്താണ്? സ്ലാന്റ് ഹൈറ്റ് ആണ് കേട്ടോ. π into r into l എന്ന് പറയുന്നത് എൽ എന്ന് സ്ലാന്റ് ഹൈറ്റ് ആണ്. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് πr² plus πrl, πr² plus πrl. അതില് πr ഞാൻ കോമൺ എടുത്തു, πr into r plus l ആണ് നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറയുന്നത്. πr into r plus l. എൽ എന്ന് പറയുന്നത് സ്ലാന്റ് ഹൈറ്റ് ആണ്. ക്വസ്റ്റ്യനിൽ സ്ലാന്റ് ഹൈറ്റിന് എസ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, πr into s plus r ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഫൈൻഡ് ദ വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഹാവിംഗ് 6 cm diameter and 10 cm height. ഒരു കോണിന്റെ ബേസ് ഡയ തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ബേസ് ഡയ 6 cm ആണ്, ഹൈറ്റ് 10 cm ആണ്. അപ്പൊ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr²h ആണ്. കോണിന്റെ വോളിയം 1/3 πr²h. അപ്പൊ 1/3 π into പൈക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ഓപ്ഷൻസിൽ പൈ ഉള്ളതുകൊണ്ട്. റേഡിയസ് ഡയമീറ്റർ 6 ആണ്, അപ്പൊ റേഡിയസ് 3², ഹൈറ്റ് 10 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 π cm³ എന്ന് കിട്ടും, വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് സിലിണ്ടർ ഉണ്ട്. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് πr²h ആണ്. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് πr²h ആണ്. അതിന്റെ 1/3 ആയിരിക്കും വോളിയം ഓഫ് എ കോൺ എന്നുള്ളത്. അതുകൊണ്ട് ഓർത്തിരിക്കുക. വോളിയം ഓഫ് എ കോൺ ഈസ് 1/3 ദ വോളിയം ഓഫ് എ സിലിണ്ടർ. അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. ദ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഹാവിംഗ് റേഡിയസ് r ആൻഡ് ഹൈറ്റ് h. ഒരു സിലിണ്ടറിന്റെ സർഫസ് ഏരിയ കാണണം വിത്ത് റേഡിയസ് r തന്നിട്ടുണ്ട്, ഹൈറ്റ് h ആണ്. അപ്പോ റേഡിയസ് r, ഹൈറ്റ് h. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെ സർഫസുകളുണ്ട് ഞാൻ പറഞ്ഞു. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ എല്ലാ എന്തൊക്കെ സർഫസുകളുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും ഏരിയ ആഡ് ചെയ്യണം. അപ്പൊ ബേസിലും ടോപ്പിലും ആയിട്ട് 2 സർക്കിൾസ് ഉണ്ട്. ഒരു സിലിണ്ടർ മനസ്സിലായി വയ്ക്കുക. ബേസിലൊരു സർക്കിൾ ആണ്, ടോപ്പിലൊരു സർക്കിൾ ആണ്. പിന്നെ ഈ ഒരു കർവ്ഡ് പോർഷനും കൂടെ വരുന്നുണ്ട്, അതിന്റെയും ഏരിയ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോ ബേസ് സർക്കിൾ ആണ്, അപ്പൊ അത് πr², ഇവിടെയും πr². ഓക്കെ, അപ്പോ സർഫസ് ഏരിയ ഓഫ് ദ ബേസ് സർക്കിൾസ് πr² 2 ഉണ്ട്, താഴെയും മുകളിലും ഉണ്ട്. നമ്മൾ 2 πr² എന്ന് എഴുതി. ഇനിയുള്ളത് ആ കർവ്ഡ് സർഫസ് ആണ്. എന്നാൽ കർവ്ഡ് സർഫസിനെ നിവർത്തി ഞാൻ വെച്ചു എന്ന് വിചാരിക്കാം. കർവ്ഡ് സർഫസിനെ നിവർത്തി വെച്ചു വിത്ത്, അപ്പോ ഹൈറ്റ് h തന്നെ ആയിരിക്കും. അതിന്റെ ലെങ്ത് എങ്ങനെ കിട്ടും? ഓക്കെ, അപ്പോ ഇത് നമ്മുടെ ബേസ് സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ പെരിമീറ്റർ ആയിരിക്കില്ല ഈ ലെങ്ത് എന്ന് പറയാ. സർക്കിളിന്റെ പെരിമീറ്റർ എന്താണ്? 2πr. അപ്പൊ നമുക്ക് ലെങ്ത് 2πr എന്ന് കിട്ടി, ഹൈറ്റ് h ആണ്. അപ്പൊ ഇതൊരു റെക്ടാംഗിൾ പോലെ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, റെക്ടാംഗിൾ പോലെ ഇരിക്കുന്നത്. അപ്പോ അതിന്റെ ഏരിയ എന്തായിരിക്കും? 2πr into h ആയിരിക്കില്ലേ? അപ്പോ സർഫസ് ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πrh. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2πr² plus 2πrh. 2πr കോമൺ എടുത്തു, 2πr into r plus h ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, 2πr into r plus h ആണ്. ഓക്കെ, ഇനി വോളിയം ഓഫ് എ സിലിണ്ടർ ഓർത്തു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു വോളിയം ഓഫ് എ സിലിണ്ടർ ഈസ് πr²h. ഓക്കെ, താങ്ക് യു.